ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ അവസരത്തിൽ പോകൂ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ന്യായാധിപന്മാർ 6-ാം അധ്യായം 14-ാം വാക്യം. അപ്പോൾ യഹോവ അവനെ നോക്കി, നീ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്നും രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ഇസ്രായേലിന്റെ ശക്തനായ ദൈവം, സൈന്യങ്ങളുടെ കർത്താവ്, നിങ്ങളുടെ ഈ ശക്തിയോടെ പോക എന്ന ശക്തമായ വാഗ്ദാനമാണ് ഈ മാസത്തേക്ക് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. കർത്താവിന്റെ നാമത്തിൽ പുറപ്പെടുവീൻ. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യവും ശക്തിയും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. അതിനാൽ നിങ്ങളുടെ ശക്തിയോടും വിശ്വാസത്തോടും കൂടി മുന്നോട്ടു പോകുക. ഇന്ന് പലരും ക്ഷീണിതരാണ്. ഒരു ദിവസം ഗിദെയോൻ ക്ഷീണിതനായി ഇരിക്കുകയായിരുന്നു. കാരണം അവരുടെ ശത്രുക്കളായ മിദ്യാന്യർ അവരെ ഭരിച്ചു. ശത്രുക്കളെ ഭയന്ന് എല്ലാ പ്രവർത്തനങ്ങളും നടത്തേണ്ടി വന്നു. അവർ സ്വയം ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവ് നമ്മോട് കൂടെയുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്കിതെല്ലാം ഭവിച്ചത്? നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞ അവന്റെ അത്ഭുതങ്ങളെല്ലാം എവിടെയെന്ന്. ഇത് ന്യായാധിപന്മാർ 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ക്ഷീണങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും നാം കടന്നു പോകുന്നു. ലോകത്ത് നമുക്ക് കഷ്ടതകളുണ്ടാകും. എന്നാൽ കർത്താവ് നമ്മെ എന്നേക്കും കഷ്ടതയിലേക്ക് തള്ളിവിടുകയില്ല. ഒരു നിമിഷത്തിലേക്ക് അവൻ നമ്മെ ഉപേക്ഷിക്കുന്നതായി തോന്നാം. എന്നാൽ വലിയ കരുണയോടെ അവൻ നമ്മെ തന്റെ അടുക്കൽ കൂട്ടിച്ചേർക്കും. ഭയപ്പെട്ടിരുന്ന ഗിദെയോനെ അവൻ ബലപ്പെടുത്തുകയും അവനെ ശക്തനായ മനുഷ്യൻ എന്ന് വിളിക്കുകയും ചെയ്തു. ശക്തിയില്ലാത്ത ഗിദെയോനോട് കർത്താവ് പറഞ്ഞു, നിന്റെ ഈ ബലത്തോടെ പോക എന്ന്. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളിലൊന്ന് ആളുകളെ ഭയത്തിന്റെ ആത്മാവിൽ ബന്ധിക്കുക എന്നതാണ്. സാഹചര്യങ്ങളെ ഭയന്ന് നിരന്തരം ബന്ധിപ്പിച്ചുകൊണ്ട് അവർ ദൈവജനത്തെ നിഷ്ക്രിയരാക്കുന്നു. പ്രശ്നങ്ങളുടെ ഭയം, ഭാവിയെക്കുറിച്ചുള്ള ഭയവും മൂലം. ബൈബിൾ പറയുന്നു, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണെന്ന്. ഇത് 2 തിമോഥെയോസ് 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ബലഹീനതയിൽ നിരാശപ്പെടരുത്. നിങ്ങളുടെ പോരായ്മകളിൽ മുഴുകി അപകർഷതാബോധത്തിന് വഴങ്ങരുത്. കർത്താവിലേക്ക് നോക്കുക. അവൻ വളരെ ശക്തനാണ്. അവൻ നിങ്ങളെ സ്നേഹിക്കുകയും അവന്റെ ശക്തി നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന് അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന് പല ബലഹീനതകളും ഉണ്ടായിരുന്നു. സാത്താന്റെ ദൂതനെ പോലെ ജഡത്തിലെ ഒരു മുള്ളിനാൽ അവൻ പീഡിപ്പിക്കപ്പെട്ടു. അവനെ ക്ഷീണിപ്പിക്കാൻ 100 കണക്കിന് ദുഷ്ടശക്തികൾ അവനെതിരെ പോരാടി. എന്നാൽ ഈ കഷ്ടതകൾക്കിടയിലെ അവന്റെ സാക്ഷ്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യാൻ കഴിയും എന്നതായിരുന്നു. ഇത് ഫിലിപ്പിയർ 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. ദൈവമക്കളെ, മുകളിലെ വാക്യം ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ആത്മാവും ജീവനുമായ ദൈവവചനം തീർച്ചയായും നിങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ശക്തിപ്പെടുത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം വെളിപ്പാട് 3-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഇയ്യോബ് 20-21 അധ്യായങ്ങൾ, വൈകുന്നേരം അപ്പോസ്തലപ്രവൃത്തികൾ 10-ാം അധ്യായം 24 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.